ഞാനൊരു സ്പെഷ്യൽ ഡ്രിങ്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇത് പാർട്ടിക്കൊക്കെ വെൽക്കം ഡ്രിങ്ക് ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റും. അതിനുവേണ്ടി ഇവിടെ 11 ബദാം വെള്ളത്തിൽ പൊതിർത്തി വെച്ചിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ ജീരകശാല അരി വെള്ളത്തിൽ പൊതിർത്തി വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ഒരു 4 മണിക്കൂർ പൊതിർത്തി എടുക്കണം. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് പൊതിർത്തി വെച്ച അരി ഇട്ടുകൊടുക്കാം. ബദാം തൊലി കളഞ്ഞിട്ട് അതും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുക്കാം. അധികം വെള്ളം ഒഴിക്കാൻ പാടില്ല. ഇതിങ്ങനെ മുങ്ങാൻ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ നന്നായി അരച്ചെടുക്കണം. ഇതിപ്പോ നന്നായി അരച്ചെടുത്തു. ഇത് ഇതുപോലെ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലിട്ട് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് ഈ മിക്സി ഒന്ന് കുലുക്കി ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് ഗ്യാസിൽ വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം. നന്നായി ഇളക്കി കൊടുക്കണം. ഇത് പെട്ടെന്ന് കട്ടിയായി വരും. ഇത് കട്ടിയായി വരുന്നുണ്ട്. അതിലേക്ക് 1 കപ്പ് പശുവും പാല് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോ നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഏലക്കായ്പ്പൊടി ഇട്ട് കൊടുക്കാം. മധുരം നോക്കിയിട്ട് ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായി തിളപ്പിച്ചെടുക്കണം. അരിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. പായസം കുറുകി വരുന്നുണ്ട്. ഇതിപ്പോ 2 രീതിയിൽ ഉണ്ടാക്കാം. ഒന്ന് കുറച്ച് ലൂസാക്കി ഗ്ലാസ്സിൽ ഒഴിച്ച് കഴിക്കുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. അല്ലെങ്കിൽ കുറച്ച് കട്ടിയിൽ സ്പൂണുകൊണ്ട് കോരി കഴിക്കുന്ന രീതിയിലും ഉണ്ടാക്കാം. ഞാനിപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാനിതൊന്ന് ലൂസാക്കാൻ വേണ്ടി 1/2 കപ്പ് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഉണ്ടാക്കുമ്പോൾ കൈവെക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അടിക്ക് പിടിക്കും. ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇത് വേവിക്കുമ്പോൾ ഈ അരിയുടെ ഒരു ടേസ്റ്റ് മാറിക്കിട്ടുന്നത് വരെ വേവിച്ചെടുക്കണം. അഥവാ ഇത് കട്ടിയായി പോകുന്നുണ്ടെങ്കിൽ ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിപ്പോൾ നന്നായി അരിയൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാനിൽ 1 ടീസ്പൂൺ ഗീ ഒഴിച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും പൊരിച്ച് എടുക്കാം. ഇതിപ്പോൾ ഞാൻ മൊത്തം ഒരു 20 മിനിറ്റ് വേവിച്ചെടുത്തു. അപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. കുറച്ച് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ട് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിന്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്തത് ഒഴിച്ചു കൊടുക്കാം. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.